ജീവിതത്തിന്റെ നൂൽപ്പാലത്തിലൂടെയായിരുന്നു ഏതാനും ദിവസങ്ങളായി ഉമാ തോമസ് എംഎൽഎയുടെ സഞ്ചാരം. 6 ദിവസം വെന്റിലേറ്ററിൽ, 9 ദിവസം ICUവിൽ, പിന്നീട് വാർഡിലേക്ക്. തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും പരിക്കേറ്റു. ഒടുവിൽ ഇന്നലെ വൈകിട്ടോടെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി. വെല്ലുവിളികളെ ചങ്കുറപ്പോടെ നേരിട്ട PT തോമസിന്റെ ഭാര്യയാണെന്നതായിരിക്കാം ഇത്ര വലിയ അപകടത്തെ നേരിട്ട് തിരിച്ചെത്താൻ തന്നെ പ്രാപ്തിയാക്കിയതെന്ന് ഉമാ തോമസ് പറയുന്നു. PTയുടെ ഭാര്യ ആയതുകൊണ്ട് PTയുടെ പൾസ് എനിക്കുണ്ട് എന്ന് തന്നെ കരുതാം. എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരികെ വരാൻ പറ്റുമെന്ന്. ഒരുപക്ഷെ PT ദൈവത്തോടൊപ്പം ചേർത്ത് നിന്ന് എന്നെ കൈവെള്ളയിലെടുത്ത് കാത്തതാവും. അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരിക്കുകളൊക്കെ കൊണ്ട് ഞാൻ ചെറിയ പരിക്കെന്നല്ല ഞാൻ പറയുന്നത്. അപകടത്തെക്കുറിച്ച് താൻ ഓർക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു. തന്നെ സ്നേഹിക്കുന്ന, തിരിച്ചു വരാൻ പ്രാർത്ഥിച്ച ഏവർക്കും നന്ദി പറയുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഡോക്ടേഴ്സിന്റെയും ഒക്കെ വിജയമാണ്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും, വിഷ്ണുവിനെയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവര്, അതുപോലെ PTയുടെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ്, ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ്. ആ രണ്ട് കുടുംബങ്ങളും, എൻ്റെ കുടുംബവും അതുപോലെ PTയുടെ കുടുംബവും ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം. അതുപോലെ എൻ്റെ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങും മുൻപ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ വീഡിയോ കോളിൽ ഉമാ തോമസിനോട് സംസാരിച്ചു. അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ഉടൻ വെന്റിലേറ്ററിലാക്കി ചികിത്സ നൽകിയതും അവരുടെ ശാരീരിക ശേഷിയും ആത്മവിശ്വാസവുമാണ് തിരിച്ചുവരവ് എളുപ്പത്തിലാക്കിയതെന്ന് റെനൈ മെഡിസിറ്റി അധികൃതർ പറഞ്ഞു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണദാസ് പോളക്കുളത്ത്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.